ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒത്തുതീർപ്പ് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഈ വൈസ് ചാൻസലർ നിയമനത്തിന്റെ പേരിൽ ഗവർണർക്കെതിരായി സമരവും യൂണിവേഴ്സിറ്റിയിൽ കലാപവുമാണ് CPM ഉണ്ടാക്കിയത്. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഗവർണറുമായി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോംപ്രമൈസാണ്. ഡൽഹിയിൽ നിന്ന് ഏത് സംഘപരിവാർ നേതാവാണ് ഈ ഒത്തുതീർപ്പിന് വേണ്ടി മുഖ്യമന്ത്രിയെ നിർബന്ധിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. കാരണം ഡൽഹിയിൽ സംഘപരിവാർ നേതാക്കൾ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞാൽ എവിടെയും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു. അങ്ങനെയാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ടതിന് ശേഷമാണ് പാർട്ടിയിൽ പോലും മന്ത്രിസഭയിൽ പോലും മുന്നണിയിൽ പോലും കൂടിയാലോചിക്കാതെ PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അതുപോലെ തന്നെയാണ് ഒരു കൂടിയാലോചനകളും നടത്താതെ ഏത് സംഘപരിവാർ നേതാവിന്റെ സമ്മർദ്ദം അനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് തയ്യാറായത് എന്ന് വ്യക്തമാക്കണം അദ്ദേഹം. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയോ സമരങ്ങളാണ് നടന്നത്. രജിസ്ട്രാറെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഇപ്പോൾ രജിസ്ട്രാറെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പൊ രജിസ്ട്രാറെ പ്രതിരോധിക്കാൻ നടത്തിയ സമരവും കോംപ്രമൈസ് ചെയ്യാണ്, ഒത്തുതീർപ്പിലെത്തിക്കുക. ഇത് സംഘപരിവാറും CPM-ഉം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഒത്തുതീർപ്പാണിത്. യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പാണ്. ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുകയായിരുന്നു. കേരളം മുഴുവൻ സമരം ചെയ്ത് ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടമാണ്, വിദ്യാഭ്യാസ കാര്യത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെയും അതുപോലെ ഗവർണറുടെയും അധിനിവേശമാണ് എന്നെല്ലാം ആക്ഷേപിച്ച് സമരം നടത്തിയവർ സർക്കാരിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ഘട്ടത്തിലാണ് ഈ ഒത്തുതീർപ്പിന് വിധേയരായത് എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്.